ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും കറണ്ട് പോയി. എന്നാലും ഞാൻ വിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഇതേ കറണ്ട് വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് രാത്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിനേക്കുള്ളതും ലഞ്ചിനേക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കുവാണ്. കാര്യം എനിക്ക് പിറ്റേന്ന് ഒരു ചടങ്ങിന് പോകാനായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നെ മോന് സ്കൂളിൽ പോകണ്ട, ഹർത്താലാണ്. സോ അവനെയും കൊണ്ടാണ് ചടങ്ങിന് പോകുന്നത്. എന്നോ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1 വീക്കിന് പുറത്തായിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ റീൽസൊക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ ലൈഫ് പോലെ റിലേറ്റബിൾ ആണെങ്കിൽ അതൊക്കെ എന്നോട് വന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിറ്റേന്ന് എന്തെങ്കിലുമൊക്കെ ചടങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ ഇല്ലയോ, അതോ രാവിലെ എഴുന്നേറ്റ് തട്ടിക്കൂട്ട് പരിപാടികളാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടുന്ന ഐറ്റംസ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റുവാണ്. ഇപ്പോഴേ പണി തീർത്താൽ രാവിലെ എനിക്കങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. രാത്രി ഞാൻ എത്ര നേരം വെനേലും ഉറക്കം ഒഴിഞ്ഞിരിക്കും. അത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാനൊരു ഫാർമസിസ്റ്റാണ്. സോ ഞാൻ ഒരുപാട് നൈറ്റ് ഡ്യൂട്ടീസൊക്കെ എടുത്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഉറക്കം ഒഴിയാൻ ഞാൻ റെഡിയാണ്. പക്ഷേ രാവിലെ എന്നോട് ഉറക്കം എഴുന്നേൽക്കാൻ ആരും പറയില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്ക് നല്ല ഉറങ്ങണം. ഉറങ്ങാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്നത്തെ ദിവസമേ പോക്കായിരിക്കും. എനിക്കൊരു 7:30 വരെയെങ്കിലും ഉറങ്ങണം കേട്ടോ. അത്ര നല്ല ശീലമല്ല. എൻ്റെ വീട്ടിൽ നിന്ന് പലപ്പോഴും എനിക്കിതിന് വഴക്ക് കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ ആ നമ്മുടെ ഒരു മാനസികമായ എന്താ പറയുക ഒരു സന്തോഷം, എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉറങ്ങാനായിട്ട്. അങ്ങനെ എപ്പോഴും ഉറക്കമുള്ളതല്ല. പക്ഷേ എനിക്ക് ഉറങ്ങുമ്പോൾ അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിരിക്കണം, എന്നാലേ എനിക്കൊരു സന്തോഷം വരത്തുള്ളൂ കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്, എൻ്റെ ഹസ്ബൻഡും അങ്ങനെയാണ്. പുള്ളിക്കും ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അഭിയണ്ണും ഒരുപാട് ഉറക്കം ഒഴിയാറുണ്ട്. പക്ഷേ ഉറങ്ങുന്ന സമയം നല്ല വൃത്തിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. അതുപോലൊരു ഉറക്കപ്രാന്തനാണ് ഞങ്ങളുടെ മകനും കേട്ടോ. അവൻ്റെ സ്കൂൾ ബസ് 7:50 ആകുമ്പോൾ വരും കേട്ടോ. ക്ലാസ് തുടങ്ങുന്നത് 10 മണിക്കാണ്. വേണമെങ്കിൽ എനിക്ക് അവനെ കൊണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഒരാഴ്ച ഞാൻ അവനെ സ്കൂൾ ബസ്സിൽ വിട്ടു. അത് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അവൻ ഉറങ്ങുമ്പോൾ അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കഷ്ടം, ഭയങ്കര പാവം കുഞ്ഞല്ലേ. സോ അതുകൊണ്ട് ഞാൻ രാവിലത്തെ സ്കൂൾ ബസ് ഒഴിവാക്കി ഞാനാണ് അവനെ കൊണ്ടാക്കുന്നത് കേട്ടോ. ഒരാഴ്ച മാത്രമേ എൻ്റെ കുഞ്ഞിന് ഞാൻ സ്കൂൾ ബസ്സിൽ വിട്ടുള്ളൂ. ഇപ്പോൾ അവനെ 8:45 ഞാൻ വിളിക്കും. 10 മണിക്കകം ഞാൻ സ്കൂളിൽ അവനെ അങ്ങ് എത്തിക്കും. അപ്പോൾ അത് സെറ്റായി. അവൻ്റെ ഉറക്കം കറക്റ്റ് ആകുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഉറങ്ങട്ടെ, ഇപ്പോഴൊക്കെ അവനെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഹാൾ ഞാൻ കംപ്ലീറ്റ് വൃത്തിയാക്കിയിടും കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ വൃത്തിയായി കിടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുമാത്രമല്ല, നല്ല വൃത്തിക്ക് കിടക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് എന്താ പറയുക, അവിയുടെ വിളിച്ചു. അങ്ങനെ കുറച്ചൊരു സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കിടക്കാൻ പോവാണ് ഗൈസ്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേൽക്കണം. അപ്പോൾ രാവിലെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളെ ഇന്നലെ കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. കാര്യം ഞാൻ 6:30 അലാറം വെച്ചിട്ട് എഴുന്നേറ്റപ്പോൾ 7:30 ആയി. അലാറം ഓഫ് ചെയ്ത് അത് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എഴുന്നേറ്റപ്പോൾ മഴയുടെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഒരു മഴക്കോളം ഒരു ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഞാൻ ചിക്കനൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ റൈസും, ഇന്ന് ബിരിയാണി റൈസ് കുക്കറിലുള്ള പരീക്ഷണമാണ്. സമയമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാവും കൊള്ളാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ റാഗിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കുടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ചൂടോടെ ഒരാശ്വാസമാണ്, ഭയങ്കര ആശ്വാസമാണ്. ഇത് കുടിക്കുന്ന ഒരു സുഖം എനിക്ക് ഈ കോഫിയും ചായയും കുടിക്കുമ്പോൾ കിട്ടത്തില്ല കേട്ടോ. അത് സത്യമാണ്. എന്താ എനിക്കറിയില്ല, എന്തോ ഭയങ്കര സുഖമാണ്, നല്ല ഫില്ലിങ്ങാണ്. അതൊരു കാര്യം, നല്ല ഫില്ലിങ്ങാണ്. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വിശക്കുമല്ലോ. നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. കാണിച്ചു
ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങൾ നോക്കി, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ജീരകശാല അരി ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് എങ്ങനെയാണ് വേവ് കറക്റ്റാണോ അല്ലേന്ന് അറിയാൻ പറ്റും, പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി ഗൈ. സത്യം പറയാമല്ലോ, പെർഫെക്റ്റ് ആണ് കേട്ടോ. ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതിയേ. പിന്നെ ഈ നിങ്ങൾ കാണുന്നത് ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. കാര്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പണി നടന്നില്ല, മോന് പോകണ്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ശരി അതങ്ങ് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ദോശയും കടലക്കറിയും മേടിച്ചിട്ടുണ്ട്, അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചിന്തിക്കേണ്ട, ഇതങ്ങ് സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ അങ്ങ് റെഡിയാക്കി, ആ ഒരു ഗ്രേവിയൊക്കെ സെറ്റാക്കി. പിന്നെ ഈ ഒരു കുക്കറിൽ എന്താ പറയുക, നമുക്ക് സക്സസ് ആയി കിട്ടിയ നമ്മുടെ ജീരകശാല റൈസും കൂടെ ഇട്ട് ഒരു ദമ്മ് കൊടുക്കുവാണ്. ദമ്മ് കൊടുത്തില്ലെങ്കിൽ ബിരിയാണി കൊള്ളില്ല. സത്യം പറയാമല്ലോ, ദമ്മിന് ദമ്മ് തന്നെ വേണം, എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുള്ളത്, ആണോ? അങ്ങനെയാണോ? കമൻറ്റ് ചെയ്യുക കേട്ടോ. ദമ്മ് ചെയ്താലേ ബിരിയാണി ആകത്തുള്ളൂ. അങ്ങനെ ഒരു 20 മിനിറ്റ്സിൽ ലോ ഫ്ലെയിമിൽ ഒരു അടിപൊളി ദമ്മ് കൊടുക്കുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കിച്ചൺ ഫുള്ള് ഞാൻ വൃത്തിയാക്കുവാണ്. ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ല, ഒരു 7:30 ആ ടൈം, 7:30 8 അങ്ങനെയൊക്കെ ആവുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് മോനെയും റെഡിയാക്കണം, ഞാനും റെഡിയായി നമ്മൾ ഇറങ്ങുവാണ്. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ മോന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ റെഡിയായി കാർട്ടൂൺ കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പെട്ടെന്നങ്ങ് റെഡിയാവുകയാണ്. കുളിച്ചില്ല കേട്ടോ, പിറം കഴിയതേ ഉള്ളൂ. കാര്യം കുളിച്ച് കഴിഞ്ഞാൽ മുടി വെളിയിൽ ഇറക്കാൻ കൊള്ളില്ല, ആ പരുവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുളിച്ചില്ല. ഇതാകുമ്പോൾ മുടി ഒരു മെച്ചത്തിനൊക്കെ ഇരിക്കും. അപ്പോൾ അതേ പ്ലാസ്റ്റിക് എടുക്കുന്ന ആൻറ്റിമാർ വന്നിട്ടുണ്ട്. 2 പേരുള്ളതെന്ന് ഒരാളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവരെ ഒന്ന് കവർ പിടിക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. ആൻറ്റി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഉള്ള പ്ലാസ്റ്റിക് എല്ലാം പിറക്കി കൊടുത്തു ഇതിനിടയിൽ. അങ്ങനെ അവർ പോയ ശേഷം ഞങ്ങൾ ഇറങ്ങുന്നതേ കാണുന്നുണ്ടോ, ആ വീടാണ് നമ്മുടെ നൂലുകെട്ടിൽ നടക്കുന്ന വീട്, നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഡുട്ടൂനെയും ശിബിരിനെയൊക്കെ വിളിച്ച് ഞങ്ങളുടെ ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് എത്തി. ഇവിടെ കാത്തൂൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും അവിടെ നിന്ന് പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിരുന്ന് ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുവാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ശേഷം പിന്നെ ഫസ്റ്റ് കാണുന്ന ഒരു നൂലുകെട്ടാണ് കേട്ടോ. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് വന്നവരാണല്ലോ പ്രിയോറിറ്റി, അങ്ങനെ അവരായിരുന്നു കഴിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഇന്ന് കഴിക്കും. അപ്പോൾ ഫുഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ മോൻ ഇത്തവണ സെപ്പറേറ്റ് പ്ലേറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാരി കഴിക്കാമെന്നൊക്കെ പറഞ്ഞതുപോലെയൊക്കെ വാക്ക് പാലിച്ചു, ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കുത്തി നിറയ്ക്കണ്ടല്ലോ, അവൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. മോന് ജലദോഷമാണ്, എനിക്ക് തൊണ്ടവേദനയാണ്, എന്നാലും എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൻ കണ്ടുപോയില്ലേ, അതുകൊണ്ട് പിന്നെ എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് ഐസ്ക്രീം ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അത് കയ്യിലെടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങളുടെ കളിക്കാനായിട്ട് ഡുട്ടു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം.